ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ പി വി അൻവറിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം UDF തന്നെയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ UDFനും LDFനും ഒരുപോലെ ബാധ്യതയാകും എന്നുള്ള തോന്നൽ തുടക്കത്തിൽ പി വി അൻവറിൻ്റെ ഭാഗത്ത് നിന്ന് ഇരുവർക്കും ഉണ്ടായെങ്കിൽ പോലും ഇപ്പോൾ പി വി അൻവർ ഒരു ആകർഷണ ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണോ കേരള രാഷ്ട്രീയത്തിൽ? രോഹിണി, കഴിഞ്ഞ ഏതാനും മാസമായി തൃശങ്കുവിൽ ഇങ്ങനെ രാഷ്ട്രീയ തൃശങ്കുവിൽ തങ്ങി നിന്ന പി വി അൻവർ ഏതാണ്ട് UDFനോട് അടുക്കുന്ന അല്ലെങ്കിൽ അടുക്കാൻ സാഹചര്യമൊരുക്കുന്ന ഒരു തിരക്കിലാണ്. അതിനേതാണ്ട് എല്ലാ ഘടകങ്ങളും ഒത്തുവരികയാണ്. ശ്രീ പിണറായി വിജയനും കേരളത്തിൻ്റെ പോലീസ് സംവിധാനവും ഭരണപക്ഷവും എല്ലാം തന്നെ അൻവർ വേട്ടയ്ക്കിറങ്ങുന്നു എന്നൊരു പ്രതീതി ജനിക്കുകയും രാത്രിയുടെ മറവിൽ അൻവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 120 പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് ഈ അറസ്റ്റൊക്കെ നടക്കുന്നത്. അതൊക്കെ വലിയൊരു എന്തോ അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഏതാനും പോലീസുകാർ പോയി അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. പ്രത്യേകിച്ച് ഒരു MLA ആണ്. അത് വരാൻ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യം. എന്തൊക്കെയോ കരുതി കൂട്ടി ഉറപ്പിച്ചു എന്ന രീതിയിൽ ഇതൊരു ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് അതിനെ ഭരണപക്ഷം, ഇപ്പോഴത്തെ കേരളത്തിലെ ഭരണപക്ഷവും അതുപോലെ തന്നെ അൻവറും അതിനെ കണ്ടത് അങ്ങനെയാണ്. ഒരു വിവാദം ഉണ്ടാകേണ്ടത് ശ്രീ പി വി അൻവറിൻ്റെ കൂടി ആവശ്യമായിരുന്നു. കാരണം അൻവർ ആദ്യം ശ്രീ TG മോഹൻദാസ് സാറ് പറഞ്ഞതുപോലെ ഉയർത്തിയ വിഷയത്തിൻ്റെ മെറിറ്റ് കേരള സമൂഹം കാതോർത്ത് കേട്ടു. കാരണം അഴിമതി വിരുദ്ധത എന്ന് പറയുന്നത് ആകർഷകമായൊരു വിഷയമാണ്. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നതിനേക്കാൾ ഉജ്ജ്വലമായി വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ സ്വർണ്ണക്കടത്തും മറ്റഴിമതികളും ADGPയുടെ പല ബന്ധങ്ങളും എല്ലാം തന്നെ വലിയ തോതിൽ ഒരു വാർത്തകളിൽ നിറച്ച് നിർത്താൻ പി വി അൻവറിൻ്റെ ഇടപെടലുകൾക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പി വി അൻവർ എന്ന താരതമ്യേന മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് വലിയ ഒരു പേരൊന്നും കേട്ടിട്ടുള്ള ആളല്ല പി വി അൻവർ. അദ്ദേഹം കേരള സമൂഹത്തിനെ, പ്രത്യേകിച്ചും കേരള രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിരപരിചിതനായി മാറി. ഒരു കഴിഞ്ഞ 6 മാസമായി അൻവർ അനുഭവിച്ച അത്രയും പൊളിറ്റിക്കൽ സ്പേസ് അല്ലെങ്കിൽ മീഡിയ സ്പേസ് മറ്റൊരു രാഷ്ട്രീയക്കാരനും കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ അൻവർ തൻ്റേതായ ഒരു ഇടം അടയാളപ്പെടുത്തി. പക്ഷേ ആ ഇടമെന്ന് പറയുന്നത് മാധ്യമങ്ങൾ നൽകുന്ന ഇടം മാത്രമാണ്, അല്ല വിഷയത്തിൻ്റെ ഒരു മെറിറ്റാണ്. പക്ഷെ കൺസിസ്റ്റൻ്റായി ഒരേ വിഷയം വീണ്ടും 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 പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മടുപ്പ് ആദ്യകാല സമ്മേളനങ്ങളിൽ അൻവറിൻ്റെ കൂടെ കൂടിയ ആളുകളെക്കാൾ വളരെ കുറവാണ്. പിന്നീട് തുടർച്ചയായി പത്രസമ്മേളനം വിളിക്കുകയാണ്, തുടർച്ചയായി പൊതുയോഗങ്ങൾ നടത്തുകയാണ്. അവിടെ തന്നെ ജനം ശുഷ്കിച്ചു വന്നു. അതുകൊണ്ട് പുതിയ വിഷയങ്ങളിലേക്ക് എത്തേണ്ടി വന്നു. അവിടെയാണ് അൻവറിൻ്റെ ഒരു തിങ്ക് ടാങ്ക് അല്ലെങ്കിൽ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നത്. അൻവറിനറിയാം മുസ്ലിം ലീഗ് കാര്യമായി അടുപ്പിക്കില്ല. അതുമാത്രമല്ല, താൻ ഇറങ്ങിപ്പോന്ന കോൺഗ്രസിൽ പലരെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ സീറ്റും വണ്ടൂർ സീറ്റും ഏറനാട് സീറ്റുമൊക്കെ വളരെ പ്രിയപ്പെട്ടതാണ്. ആ ഭാഗമൊക്കെ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പ്രദേശം ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു തട്ടകമായിരുന്നല്ലോ. ആര്യാടൻ എന്ന മുസ്ലിം ലീഗുമായിട്ട് അത്ര നല്ല സുഖത്തിലായിരുന്നില്ല. കോൺഗ്രസിനെ വളർത്താൻ ക്ഷീണം ശ്രമിച്ച ഒരാളാണ് ആര്യാടൻ മുഹമ്മദ്. ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകത്തിൽ തന്നെയാണ് മറ്റൊരു മുസ്ലിം കോൺഗ്രസ്സുകാരനായ അൻവറും കളിച്ചു വളർന്നത്. അങ്ങനെയെങ്കിൽ അൻവർ കോൺഗ്രസ് പാർട്ടിക്ക് അനഭിമതനായി മാറിയപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ആദ്യം ഒരു തിരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ച് നല്ല ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ച് തൻ്റെ മാറ്റ് തെളിയിച്ചു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മത്സരിച്ചു. ഇടതുപക്ഷത്തിന് അത് അവഗണിക്കാനാകുമായിരുന്നില്ല. കടുത്ത UDF സീറ്റായ ഒരു നിലമ്പൂർ സീറ്റ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൻവർ നേടുന്നു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്ത് അദ്ദേഹം ഉറച്ചു. അപ്പോൾ മറ്റൊരു മഞ്ഞളാംകുഴി അലിയോ മറ്റൊരു KT ജലീലോ ഒക്കെയായി ഒരുപക്ഷെ ഭാവിയിൽ മന്ത്രിസഭയിൽ വരെ പ്രവേശിക്കാവുന്ന രീതിയിൽ ശ്രീ പിണറായി വിജയനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്കും അഭിമതനായി വളരെ പ്രിയപ്പെട്ടവനായി മാറി. അവർക്ക് വേണ്ടി വലിയ പോരാട്ടങ്ങളൊക്കെ നയിച്ച ചരിത്രമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം പക്ഷേ അൻവറിനെ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും, അൻവർ എപ്പോഴും ഒരു ഒറ്റയാനാണ്. ഏത് പാർട്ടിയിൽ കയറിയാലും ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും അവിടെ വേറിട്ടൊരു ചിന്തയുണ്ട്. തൻ്റെ തൻപോരിമ തൻ പ്രമാണിത്വം എല്ലാം തന്നെ കാട്ടുന്നൊരു വ്യക്തിയാണ് പി വി അൻവർ. ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവിടുന്ന് പുറത്ത് പോകേണ്ടി വന്നതും ഇടതുപക്ഷത്തെ അതേ രീതിയിൽ തന്നെ ആ ഒരു അച്ചടക്ക പ്രശ്നമുണ്ടായി. അതുകൊണ്ടാണ് അദ്ദേഹം പിണറായി വിജയനോട് സ്തുതിപാടി നിന്നയാളാണെന്ന് ഓർക്കണം.
പെട്ടെന്ന് തൻ്റെ ഇംഗിതം നിർവഹിക്കാൻ പിണറായി വിജയൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ നിർദാക്ഷിണ്യം തള്ളിപ്പറഞ്ഞ ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരതയെക്കുറിച്ചൊന്നും ആർക്കും പ്രത്യേകിച്ച് സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അൻവർ ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ഒറ്റയാൻ ബ്രാൻഡാണ്. ആ ബ്രാൻഡ് കേരളത്തിലെ UDF ബ്രാൻഡിനോടൊപ്പവും ഇന്ത്യയിലെ ഇന്ത്യ മുന്നണി ബ്രാൻഡിനോടൊപ്പവും ചേരുമോ എന്നതാണ് വിഷയം. ഇവിടെ അൻവർ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. UDFിലേക്ക് ചെയ്യാവുന്നത് വലിയൊരു പാതകമാണ് അൻവർ ചെയ്തത്. കാരണം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന് ഉപതെരഞ്ഞെടുപ്പ് വന്നു. 3 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. അപ്പോൾ അവിടെ മത്സരിക്കും എന്ന് പറയുകയും അവസാനം ചേലക്കരയിൽ മത്സരിക്കുകയും ചെയ്തു. അവിടെയാണ് അൻവറിന് പിഴച്ചത്. മത്സരിച്ച് 3500 വോട്ടുകൾ 3400 വോട്ടുകൾ നേടി എന്ന് പറയുന്നത് അത് അൻവർ കൊണ്ടുവന്നൊരു വലിയൊരു പ്രതീതിയുണ്ട്. എനിക്ക് വലിയൊരു രീതിയിൽ വോട്ട് സമാഹരിക്കാൻ കഴിയും, ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന രീതിയിൽ തന്നെ വലിയ രീതിയിൽ സ്വാധീനമുണ്ട് എന്ന വാദം അവിടെ പൊളിഞ്ഞു. പക്ഷേ ശ്രീ TG മോഹൻദാസ് സാർ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ 3400-ൻ്റെ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരു വേഫർ തിൻ മാർജിനൽ ജയിക്കുന്ന ചില മണ്ഡലങ്ങളിൽ അൻവർ ഇഫക്റ്റ് UDFന് പ്രയോജനകരമാകുമെങ്കിൽ എന്തുകൊണ്ടായിക്കൂടാ എന്ന ഒരു ചിന്തയുമുണ്ട് UDFനിടയിൽ. അതുകൊണ്ട് ആ ഒരു നെഗോസിയേഷനൊക്കെ നടക്കുന്ന സമയത്താണ് അൻവർ തൻ്റെ യഥാർത്ഥ ഇടം കണ്ടെത്തുന്നത്. അത് ഏതാണ്ട് ഈ പോരാട്ട രൂപത്തിലാണ്. അത് മൃഗങ്ങളും മനുഷ്യനും തമ്മിൽ നടക്കുന്ന പോരാട്ടം. കുടിയേറ്റ മേഖലയിൽ ഞാനൊന്ന് ഇടപെടുകയാണ്, താങ്കൾക്ക് തുടരാം. അതിനു മുൻപ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്കായി നമ്മളിപ്പോൾ വിൻഡോയിൽ കാണുന്നത് ജാമ്യം ലഭിച്ചതിന് ശേഷം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. PV അൻവർ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങും എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി PV അൻവറിനെ അനുകൂലിച്ച് മുദ്രാവാക്യങ്ങളുമായി പുറത്ത് പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. നമുക്ക് ആ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയതിന് ശേഷം ചർച്ചയിലേക്ക് വളരെ പെട്ടെന്ന് എത്താം. PV അൻവറിന് ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്ത് അല്പസമയത്തിനകം തന്നെ ഇറങ്ങും. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ചർച്ചയിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, തുടരാം. ഇപ്പോൾ കാണുന്ന ചിത്രങ്ങൾ PV അൻവർ ജയിൽ മോചിതനായി വെളിയിൽ വരുന്ന നിമിഷങ്ങളാണ്. ജാമ്യം ലഭിച്ച് വരുന്ന നിമിഷങ്ങളാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആരാണ് വന്നത് എന്നതാണ്, വരുന്നത്, ചുറ്റും നിൽക്കുന്നത് എന്നത് കൗതുകരമായ ഒരു കാര്യമാണ്. അവിടെ UDFൻ്റെ സജീവ സാന്നിധ്യമുണ്ടോ, അതോ അൻവറിൻ്റെ തന്നെ DMKയുടെ പ്രവർത്തകർ മാത്രമാണോ? ഇപ്പോൾ നിലവിൽ DMKയുടെ പ്രവർത്തകർ മാത്രമാണ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചിത്രങ്ങൾ കാട്ടുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ UDFിൻ്റെ നേതാക്കൾ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടത്തിയ പ്രസ്താവനകളുടെ ഒരു ടോൺ ആൻഡ് ടെനർ വെച്ച് നോക്കിയാൽ അൻവർ UDFിലേക്കുള്ള വഴിയാണ്. ഇവിടെ സംശയമെന്ന് പറയുന്നത് DMK എന്ന രൂപത്തിൽ ഒരു ഘടകകക്ഷിയായി UDF അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ CPM-ന് അദ്ദേഹം അഭിമതനാകുമോ? ഇപ്പം DMK എന്ന തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ്റെ DMKയിൽ ചേരാനായി മദ്രാസിൽ വരെ പോയി. അപ്പോൾ എന്നിട്ട് നാടകീയമായ ചില നീക്കങ്ങളൊക്കെ നടത്തി. പക്ഷേ അദ്ദേഹം വെറും കൈയോടെ തിരിച്ചു വരേണ്ടി വന്നു. കാരണം ഒരുപക്ഷെ കേരളത്തിൻ്റെ ഭരണകക്ഷി തമിഴ്നാടിൻ്റെ ഭരണകക്ഷിയുമായി സംസാരിച്ചിട്ടുണ്ടാകാം, നേതാക്കൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകാം. അൻവറിന് DMKയിൽ ഇടം കൊടുക്കരുത്, അവരുടെ ആ ഒരു രീതിയിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന ടാഗ് ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ അത്ര സുഖമാവില്ല എന്ന തിരിച്ചറിവിലാണ് സ്റ്റാലിൻ അദ്ദേഹത്തെ മടക്കിയത്. പക്ഷേ അതേ പേരിൽ തന്നെ അദ്ദേഹം ഇവിടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി. ആ മൂവ്മെൻറ്റിന് ശക്തി തെളിയിക്കാൻ പൂർണ്ണമായി അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശക്തി സമാഹരിക്കണമെങ്കിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീമതി രോഹിണി സൂചിപ്പിച്ചതുപോലെ അൻവറിൻ്റെ പിന്നിൽ ആരോ ഉണ്ടാവണം. അൻവർ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി തേടുകയാണ്. ഒരു ഭൗതികമായ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല, ഒരു സ്പേസാണ്, ഒരു പൊളിറ്റിക്കൽ സ്പേസ് തേടുകയാണ്. അങ്ങനെയെങ്കിൽ കുടിയേറ്റ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾ ഒരുപക്ഷെ അൻവറിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറാം. കുടിയേറ്റ മേഖലയിലെ കർഷക വിഷയങ്ങൾ മുൻകാലങ്ങളിൽ കേരള കോൺഗ്രസ് ഒക്കെ എടുത്തതുപോലെയുള്ള
കർഷക വിഷയങ്ങൾ വേണമെങ്കിൽ, പ്രത്യേകിച്ച് മലയോര കർഷകരുടെ വിഷയങ്ങൾ വേണമെങ്കിൽ അതാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങൾ മനുഷ്യൻ തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന മൃഗങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരുമായി എന്നും മനുഷ്യൻ സുരക്ഷ ഒരുക്കാൻ ഗവൺമെൻറ്റിനും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും കഴിയുന്നില്ല എന്ന പരിഭവമുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ നീളുന്ന വിഷയങ്ങൾ. അപ്പോൾ മലയോര മേഖലയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖല, അതുപോലെ അദ്ദേഹത്തിന് സ്വാധീനം കൂടുതൽ വികസിക്കാൻ സാധ്യതയുള്ള വയനാട് മേഖല, അവിടെയെല്ലാമുള്ള മലയോര കർഷകർ, അവരിൽ പലരും കുടിയേറ്റക്കാരാണ്. അവരെല്ലാം പലരും ഈ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, ഇവിടങ്ങളിൽ നിന്നൊക്കെ, കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗങ്ങൾ, ഇവിടെ നിന്നെല്ലാം കുടിയേറിയ ആളുകളാണ്. അവർ ന്യൂനപക്ഷക്കാരുൾപ്പെടെയുണ്ട്. ആ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ, അതുപോലെ മലപ്പുറം ജില്ലയുടെ തന്നെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ നിന്ന് കിഴക്കോട്ട് കുടിയേറിയ ആളുകളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ. ഇവർക്കെല്ലാം സ്വീകാര്യമായ ഒരു മുഖമായി മാറണം എന്ന ആഗ്രഹമാണ് അൻവർ. എങ്കിൽ മാത്രമേ ഒരു പൊളിറ്റിക്കൽ സ്പേസ് അൻവറിനുണ്ടാകൂ, വിലപേശ ശക്തി ഉണ്ടാകൂ. അതുമാത്രമല്ല, ഈ വിലപേശ ശക്തി ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ തട്ടകങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കരുത്. കോൺഗ്രസിൻ്റെ തട്ടകങ്ങളും, അവിടെ കിഴക്കൻ മേഖലയിലെ കോൺഗ്രസ് തട്ടകങ്ങളും അൻവർ പിടിച്ചുകൊണ്ട് പോകരുത്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് മാത്രമേ മുസ്ലിം ലീഗും കോൺഗ്രസും അൻവറിനെ സഹായിക്കൂ. പക്ഷേ ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും വർഗീയ സംഘടനകളോ മറ്റെന്തെങ്കിലും തീവ്ര വിഭാഗങ്ങളോ അൻവറിനെ മുന്നിൽ നിർത്തി പിന്നിൽ മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി പെരുമാറുന്നുണ്ടോ എന്ന ഒരു സംശയം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആ സംശയത്തിനുള്ള ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം പക്ഷേ അൻവറിന് മുന്നോട്ട് പോകണമെങ്കിൽ അടിയുറച്ച കുറച്ച് സപ്പോർട്ട് ബേസ് വേണം. അത് എവിടെ നിന്ന് വരുമെന്നതാണ്. അത് UDFിൻ്റെ ഘടകകക്ഷികളിൽ നിന്നും വരില്ല. അൻവറിന് സ്വന്തമായി സ്വാംശീകരിച്ചെടുക്കാൻ കഴിയുന്നത് ഒരു ചെറിയൊരു മേഴ്സണറി സംഘത്തെ മാത്രമാണ്. അവിടെയാണ് അൻവറിൻ്റെ പ്രസക്തി ഉരുത്തിരിഞ്ഞ് വരേണ്ടത്. അതെ, തീർച്ചയായും.